ഡോക്ടർ ജിൻഡോ, ഇപ്പോൾ വിസ്മയമായി എത്തിയ പി കെ ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകാൻ തീരുമാനിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ പി കെ ശശി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ജിൻഡോ, അതെങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുക? കാരണം പല ഘട്ടങ്ങളിലായി ഈ തീവ്രത അളക്കൽ എന്നതിനെ നിങ്ങൾ തന്നെ പരസ്യമായി പല ഘട്ടങ്ങളിൽ വിമർശിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് അതിൽ പറഞ്ഞിരിക്കുന്നത് അത് പാർട്ടിക്കകത്തെ CPM-നകത്തെ തർക്കത്തിനു ഇടയ്ക്ക് വന്ന ഒരു ആരോപണമാണ് എന്നതാണ് നിങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായതെന്ന്. അത് എത്രത്തോളം സത്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ജിൻഡോ? കേക്കനോടാ ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം. സ്മൃതി, എനിക്ക് മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. താങ്കൾ എനിക്ക് സമയം തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പി കെ ശശിയുമായി ബന്ധപ്പെട്ട ആരോപണം എന്താ? പാർട്ടിയിലെ വനിതാ സഖാവിനെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ആ ആരോപണം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെ ഉയർന്നു കേട്ടതാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന, അവരുമായിട്ട് എതിർത്ത് പോരാടി നിൽക്കുന്ന പാർട്ടി എന്നുള്ളതിലേക്ക് കോൺഗ്രസ് കൃത്യമായിട്ട് ആ വിഷയത്തിൽ രാഷ്ട്രീയമായി പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ CPM നേതൃത്വം എടുത്ത നിലപാട് എന്താ? അവരൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണ കമ്മീഷൻ ആരായിരുന്നു? PK ശ്രീമതിയും ബാലനുമൊക്കെ. ആ വാർത്തകളിലൂടെ പുറത്തു വന്ന വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അത് തീവ്രത കുറഞ്ഞ ഒരു പീഡനമായിരുന്നു എന്ന് കണക്കാക്കി പാർട്ടി കോടതി അത് എഴുതി തള്ളി PK ശശിയെ കുറ്റവിമുക്തനാക്കി. മാത്രമല്ല PK ശശിയെ KTDCയുടെ ചെയർമാനുമാക്കി. അതവിടെ നിൽക്കുകയാണ്. ഇനി എൻ്റെ 2-3 പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന്, പാർട്ടിയുടെ മുമ്പിൽ ഒരു വനിതാ സഖാവിനെ പീഡിപ്പിച്ചു എന്ന പരാതി വന്നാൽ പാർട്ടിയിലെ കോടതിയും പോലീസ് സ്റ്റേഷനുമാണോ അന്വേഷിക്കേണ്ടത്? ഈ രാജ്യത്തെ നിയമത്തിൽ ഇവർക്ക് വിശ്വാസമില്ലേ? ഇന്ത്യൻ പീനൽ കോഡും ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയൊന്നും ഇവർ വിശ്വസിക്കുന്നില്ലേ? ഈ പാർട്ടി ഈ രാജ്യത്തെ നീതി നിയമ സംവിധാനത്തെയും ഭരണഘടനയും അംഗീകരിക്കുന്നില്ല. ഭരണഘടന അംഗീകരിക്കാൻ സാധ്യതയില്ല. കുന്തവും കുടച്ചക്രവും എന്നൊക്കെ വിളിക്കുന്ന വിവരം കെട്ട ആളുകളുള്ള പാർട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അംഗീകരിച്ചെന്ന് വരില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിയമപ്രകാരം ഒരു കേസ് ഫോർവേഡ് ചെയ്യേണ്ടതല്ലേ? ആ വനിതാ സഖാവിന് വേണ്ടിയിട്ട് പോരാടേണ്ടതല്ലേ? DYFIയും SFIയും CPM-ഉം വനിതാ സംഘടനകളും ഒക്കെ അത് ഇവർ ചെയ്തില്ല. ഇനി ആ വനിതാ സഖാവ് തന്നെ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവർ പരാതി വ്യക്തിപരമായി കൊടുത്തിട്ടുമില്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അതിലൊരു നൈതികതയുടെ പ്രശ്നം എന്താ? പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതി വരുമ്പോൾ അത് കയ്യിൽ പിടിച്ചു വെക്കാതെ അത് പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പകരം പാർട്ടി അന്വേഷിച്ച് തീവ്രത ഇല്ല എന്ന് പറഞ്ഞു. ഈ തീവ്രത ഇല്ല എന്ന് പറഞ്ഞ് ആ മൂടി വെച്ച കാര്യത്തെയാണ് ഞങ്ങൾ പൊളിറ്റിക്കലി ചൂണ്ടിക്കാണിച്ചത്. ഇനി ഞങ്ങളുടെ ചോദ്യം ഇത്രയാണ്: PK ശശി യഥാർത്ഥത്തിൽ വനിതാ സഖാവിനെ പീഡിപ്പിച്ചിരുന്നോ? PK ശശി MLA ആയിരുന്ന കാലത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ സ്ത്രീകൾക്ക് വരാൻ പാടില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ ഇവരുടെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇനി PK ശശി പാർട്ടി ഓഫീസിനെ അനാശാസ്യ കേന്ദ്രമാക്കിയോ? ഇതെല്ലാം PK ശശി പാർട്ടി വിടുമ്പോഴാണ് ഇവർ ഉന്നയിക്കുന്നത്. പാർട്ടിക്കകത്ത് നിന്നപ്പോൾ ഇവർ മൂടി പിടിച്ച് വെള്ളപൂശി സംരക്ഷിച്ചു. എന്റെ 3 പ്രധാനപ്പെട്ട ചോദ്യം: PK ശശി പീഡകനായിരുന്നോ? എങ്കിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? ഇനി നിങ്ങൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പീഡനം നടന്നിട്ടില്ലെങ്കിൽ അത് പറയണം. ഏതെങ്കിലും ഒരു പക്ഷം പറയണം. PK ശശി പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്താൽ ആ പരാതിയിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് പോലീസ് കേസെടുത്ത് യാഥാർത്ഥ്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയാൽ PK ശശി കോൺഗ്രസിൽ എന്നല്ല UDF-ന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാകില്ല. ഇതുവരെ CPM-കാർക്ക് സംഘടനാപരമായി പരാതി ഇല്ലാത്ത PK ശശി UDF-മായി ചേർന്ന് നിൽക്കാൻ വരുമ്പോൾ പരാതി ഉണ്ടെന്ന് പറയുന്നത് എന്ത് നിലപാടാണ്? ചോദിക്കാം ആർഷോ, പൊതുസമൂഹത്തോട് അത് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അതിൽ ഒരു ബോധ്യമായ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടെന്നും അങ്ങനെ ഒരു പരാതി പറഞ്ഞ DYFIയിലെ വനിതാ പ്രവർത്തക പാർട്ടി തന്നെ വിട്ട് അവിടെ നിന്ന് പോയെന്നും അവർ ഭയന്നിട്ടാണ് പാർട്ടി വിട്ടതെന്നുമുള്ള കാര്യങ്ങൾ നമ്മൾ അന്ന് കേട്ടതാണ്. അപ്പോൾ അതിലൊരു സത്യമുണ്ടോ എന്നുള്ള പരിശോധന നിങ്ങൾക്ക് നടത്താമല്ലോ. അത് കേസായില്ല, പോലീസിൽ പോയില്ല എന്നുള്ളത് അന്ന് തന്നെ ഉന്നയിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അത് നിങ്ങൾക്ക് ഒരു PK ശശിയെ സ്വീകരിക്കാനുള്ള വഴിയാകുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. ഇപ്പോൾ നിങ്ങൾ കൈപ്പത്തി ചിഹ്നം തന്നെ കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, അത് CPM-ന് കൊടുക്കേണ്ട മറുപടി അല്ലെന്നേ. പൊതുസമൂഹത്തോട് നിങ്ങൾ എന്ത് മറുപടി പറയുന്നു ഒരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും സ്മൃതി, ഇതിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തെക്കാൾ എൻ്റെ സംഘടനാപരമായിട്ടുള്ള അഭിപ്രായം പറയാനാണ് ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സംഘടനാപരമായി കോൺഗ്രസിന്റെയും UDF-ന്റെയും രാഷ്ട്രീയ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു, PK ശശി അക്കാര്യത്തിൽ കുറ്റക്കാരനാണെന്ന് CPM-ന് ബോധ്യമുണ്ടോ? കേരളം 10 വർഷമായിട്ട് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയോടാണ് ഞങ്ങളുടെ ചോദ്യം. എങ്കിൽ നിങ്ങൾ നടപടിയോടൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം പറയാം. ഇനി ഒറ്റ കാര്യം ഞാൻ അതവിടെ നിൽക്കട്ടെ. PK ശശിയുടെ കാര്യം മാത്രമല്ല, CKP പത്മനാഭന്റെ ആരോപണമുണ്ടല്ലോ P ശശിയെ കുറിച്ചിട്ട്. അയാൾ രോഗിയാക്കപ്പെട്ടതും പാർട്ടിയിൽ നിന്ന് പിന്നോട്ടടിക്കപ്പെട്ടതും ഒക്കെ P ശശിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചതിന്റെ പേരില്ല. അതേ P ശശിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകനായിട്ട് സെക്രട്ടേറിയറ്റിനകത്ത് ഇരിക്കുന്നത്.
ക്ലിഫ് ഹൗസിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ ഇവരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് UDF-ലേക്ക് വരുമ്പോഴാണ് ഈ ആരോപണം. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണത്തിലെ നൈതിക പ്രശ്നം പാർട്ടിയിലെ എന്നല്ല ഏത് പൊതുപ്രവർത്തകനെതിരെയും ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ പൊതുപ്രവർത്തകനെതിരെയും ആരോപണം വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ അത് പോലീസിന് കൈമാറുകയും കേരളത്തിലെയും ഈ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനത്തിലൂടെ അത് ക്രോസ് ചെക്ക് ചെയ്യപ്പെടണമെന്നുള്ളതാണ്, ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. അങ്ങനെ ഒന്നും നടക്കാത്ത പക്ഷം, അങ്ങനെ ഒന്നും നിലവിലൊന്നും ഇല്ലാത്ത പക്ഷം PK ശശിയുടെ ഭാഗത്തുനിന്ന് ആരോപണം മാത്രമാണ് അയാൾക്കെതിരെയുള്ളത്. മറ്റൊന്നും പറയാൻ CPM-ന് പോലും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ കാര്യത്തിൽ പറഞ്ഞത് തീവ്രത അളക്കാൻ പോകുന്ന ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇനി അതിന് പകരം തീവ്രത കൂടിയ പീഡനമായിരുന്നോ, ഇനി തീവ്രത കുറഞ്ഞ പീഡനമായിരുന്നോ, പീഡനം നടന്നിട്ടുണ്ടായിരുന്നോ എന്നെങ്കിലും വിളിച്ചു പറയണം, ഇപ്പോഴെങ്കിലും വിളിച്ചു പറയണം. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് CPM പറയട്ടെ, പരാതി കൊടുക്കട്ടെ, നടപടി സ്വീകരിക്കട്ടെ. ഞങ്ങൾ ഞങ്ങളുടേതായ രാഷ്ട്രീയ നിലപാട് അപ്പോൾ സ്വീകരിക്കാം. അതിനപ്പുറത്ത് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് സ്മൃതി? ഇക്കാര്യത്തിൽ CPM-ൽ നിന്ന് പിണങ്ങി പരിഞ്ഞു വരുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിയാണ്. അതിനപ്പുറത്ത് ഇതിനകത്ത് പീഡനം നടന്നിട്ടുണ്ടെന്ന് ആർഷ പറയുകയാണെങ്കിൽ, അതിനനുസരിച്ചുള്ള പരാതി അവർ കൊടുക്കുകയാണെങ്കിൽ, നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ ഒപ്പം നിൽക്കാം.